നമസ്കാരം. തെക്കൻ ഗാസയിൽ കഴിഞ്ഞ 3 ആഴ്ചയായി ഇസ്രായേൽ സൈന്യം നടത്തിയിരുന്ന ഓപ്പറേഷനുകൾ അവസാനിപ്പിച്ചു. ഏതാണ്ട് 250ഓളം ഹമാസ് തീവ്രവാദികളെ ഈ 3 ആഴ്ച കൊണ്ട് തങ്ങൾ വധിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹമാസിൻ്റെ തുരങ്കങ്ങളും ഈ 3 ആഴ്ച കൊണ്ട് തകർക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഹമാസ് തട്ടിക്കൊണ്ടുപോയ 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഈ തെരച്ചിലിനിടയിൽ, ഈ സൈനിക നടപടിക്കിടയിൽ കണ്ടെത്താൻ കഴിഞ്ഞതൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യത്തിന് വലിയൊരു നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. മാത്രമല്ല, ഒരു ബന്ദിയെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഹമാസിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരൊക്കെ തന്നെ 10 ദിവസം മുമ്പെങ്കിലും ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഈ ബന്ദിയെ തനിച്ചാക്കിയിട്ട് അയാൾക്ക് ഏതാനും ചില ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ മാത്രം കഴിക്കാൻ കൊടുത്തിട്ട് ഈ സ്ഥലത്ത് നിന്ന്, ഈ തുരങ്കത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഏതായാലും ഗാസയെ സംബന്ധിച്ച് ഹമാസിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഹമാസിൻ്റെ നേതാക്കൾ മാത്രമല്ല, അണികൾ പോലും ഇപ്പോൾ ജീവഭയം കാരണം തുരങ്കങ്ങളിൽ നിന്നും മറ്റ് രക്ഷാസങ്കേതങ്ങളിൽ നിന്നൊക്കെ തന്നെ ഓടി രക്ഷപ്പെടുകയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ തെരച്ചിലിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെക്കൻ ഗാസയിലെ പ്രധാനപ്പെട്ട ജനവാസ മേഖലകളിൽ നിന്നൊക്കെ തന്നെ ജനങ്ങളെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ സൈനിക നടപടി ഇസ്രായേൽ സൈന്യം നടത്തിയത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. സൈനിക നടപടി പൂർത്തിയാക്കി ഇന്നലെ ആ സൈന്യം മടങ്ങുമ്പോൾ ജനങ്ങളോട് തിരികെ തങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കൊള്ളാനും ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ 98ാമത് ഡിവിഷനാണ് 3 ആഴ്ച മുമ്പ് ഇസ്രായേലിൽ സൈനിക നടപടിക്ക് നേതൃത്വം നൽകിയത്. ഒക്ടോബർ 7-ന് ശേഷം ഇത് 3ാം തവണയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ 98 വിഭാഗം ഇവിടെ സൈനിക നടപടി നടത്തുന്നത്. ഈ മാസം നടത്തിയ സൈനിക നടപടിക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. പരമാവധി ഹമാസ് തുരങ്കങ്ങൾ നശിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു സൈന്യത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. ഇതിനുവേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും സജ്ജമാക്കി തന്നെയാണ് അവർ മേഖലയിൽ പ്രവേശിച്ചത്. കൂടാതെ ഏതെങ്കിലും ബന്ദികളെ ജീവനോടെ ലഭിക്കുമെങ്കിൽ അവരെ കൂടെ കൂട്ടുക, ഒപ്പം ഹമാസ് കൊന്നു തള്ളിയ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഈ തുരങ്കങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവ കണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ. പല സ്ഥലങ്ങളിലും ഹമാസ് ചെറുത്തുനിൽപ്പിന് എത്തിയെങ്കിലും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ, അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ അവർ പരാജയപ്പെടുകയായിരുന്നു. ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോൾ നേതാവില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് ശേഷം യാഹ്യ സിൻവറെ ഹമാസ് തലവനാക്കി പ്രഖ്യാപിച്ചുവെങ്കിലും അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. യാഹ്യ സിൻവർ ആകട്ടെ ഇപ്പോൾ പെൺവേഷം കെട്ടി ഭർത്ത ധരിച്ച് ഗാസയിൽ എവിടെയോ സ്ത്രീകൾക്കിടയിൽ ജീവിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്. അയാൾക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയുകയില്ല. കാരണം ഈ തുരങ്കത്തിലിരിക്കുകയാണെങ്കിൽ ഇസ്രായേൽ സൈന്യം അത് തകർക്കുമ്പോൾ കൊല്ലപ്പെടും, പുറത്തിറങ്ങി നടന്നാൽ മൊസാദെ കൊല്ലും എന്നുള്ള മരണഭീതിയിലാണ് ഇപ്പോൾ യാഹ്യ സിൻവർ എന്നാണ് പറയപ്പെടുന്നത്. ഈയിടെ ഖത്തറിൽ നടന്ന സമാധാന ചർച്ച ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട സംഭാഷണങ്ങളിലൊക്കെ തന്നെ യാഹ്യ സിൻവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് തൻ്റെ സുരക്ഷിതത്വം കൂട്ടണമെന്നും തന്നെ ആരും ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെയാണ്. ഏതായാലും യാഹ്യ സിൻവർ വല്ലാതെ ഭയപ്പെട്ട് തന്നെയാണ് കഴിയുന്നത് എന്ന് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇയാൾ ഇപ്പോൾ പെൺവേഷം കെട്ടി കഴിയുന്നതെന്നും ഇസ്രായേലിന് അറിയാം. സ്ത്രീകൾ കൂട്ടമായി താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ മറ്റും ഇയാൾ താമസിക്കുന്നത് കാരണം ഇയാളെ പെട്ടെന്ന് കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇസ്രായേലിനറിയാം. എങ്കിൽ പോലും മൊസാദയെ സംബന്ധിച്ച് അവർക്ക് ഇതെല്ലാം കണ്ടെത്താനുള്ള എല്ലാവിധ ആധുനിക യന്ത്രോപകരണങ്ങളുമുണ്ട്. അവ ഉപയോഗിച്ച് തന്നെ ഇയാളെ പിടിക്കാൻ കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കൂടാതെ അമേരിക്ക നൽകിയ ഭൂമിക്കടിയിലുള്ള ഈ തുരങ്കങ്ങളിലുള്ള ചലനങ്ങളെല്ലാം മനസ്സിലാക്കുന്ന അതിശക്തമായ റഡാർ സംവിധാനം ഇപ്പോൾ ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇയാളെയും പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഏതായാലും 3 ആഴ്ചത്തെ ദൗത്യം പൂർത്തിയാക്കി തെക്കൻ ഗാസയിൽ നിന്ന് മടങ്ങുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ 98ാമത് ഡിവിഷൻ അവർ വളരെ അഭിമാനത്തോടെ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. തങ്ങളുടെ ദൗത്യം വിജയകരമായി നിറവേറ്റാൻ കഴിഞ്ഞു. 250ഓളം തീവ്രവാദികളെ കൊന്നൊടുക്കുക, അത് ആയുധധാരികളായ തീവ്രവാദികളെയാണെന്ന് ഓർക്കുക. കൂടാതെ തീവ്രവാദികൾ കൊന്നൊടുക്കിയ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞു. ഒപ്പം ഒരു ബന്ദിയെ ജീവനോടെ തന്നെ ഈ തുരങ്കങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. തുടങ്ങിയ സർക്കാർ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും വളരെ ഫലപ്രദമായി തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഈ 98ാം ഡിവിഷൻ നടപ്പിലാക്കിയിരിക്കുന്നത്. കൂടാതെ അമേരിക്കയെ സംബന്ധിച്ച് അവർ എല്ലാവിധ പിന്തുണയും ഇസ്രായേലിന് പ്രഖ്യാപിച്ചതോടുകൂടി ഹമാസ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കമല ഹാരിസും ഇന്നലെ പറഞ്ഞത് താൻ പ്രസിഡൻ്റായാലും ഇസ്രായേലിനോടുള്ള സൗഹൃദം തുടരുക തന്നെ ചെയ്യും. ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം, അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ
തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ട് താനും എല്ലാവിധ പിന്തുണയും ഇസ്രായേലിന് നൽകും എന്നാണ്. ഇതൊക്കെ തന്നെ ചെന്നെത്തുന്ന ഒരു കാര്യത്തിലേക്കാണ് ഹമാസും ഹിസ്ബുള്ളയും അതുപോലെ വെസ്റ്റ് ബാങ്കിലുള്ള മറ്റ് പാലസ്തീൻ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ആകെ ഭയപ്പാടിലാണ്. അവർക്ക് മനസ്സിലായി തങ്ങളുടെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന്. പല തീവ്രവാദ സംഘടനകളുടെയും പ്രധാന നേതാക്കന്മാരൊക്കെ തന്നെ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് മൊത്തത്തിൽ ഒരു നാദനില കളരിയായി ഈ തീവ്രവാദ സംഘടനകളൊക്കെ മാറി എന്ന് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. ഈ തക്കം നോക്കി തന്നെയാണ് ഇപ്പോൾ ഇവർ ആഞ്ഞടിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഗാസയിൽ ഈ 3 ആഴ്ച നീണ്ടു നിന്ന അതിശക്തമായ ഓപ്പറേഷൻ അവർ നടത്തിയത്.